ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മഹീന്ദ്രയുടെ ബൊലേറോ പവർ പ്ലസ് ZLX ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വെറും 48,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന വാഹനം, ഫുള്ള് കമ്പനി സർവീസുള്ള വാഹനം, പക്കാ കണ്ടീഷനിലിരിക്കുന്ന വാഹനം. ഇതിൻ്റെ ഫുള്ള് വ്യൂ ആണ് നമ്മളിന്ന് വീഡിയോയിൽ കൂടി പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കണം. എൻഡിൽ ഞാൻ എൻ്റെ റേറ്റും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബൊലേറോ ഫുള്ള് കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2018 മോഡൽ 19 രജിസ്റ്റേർഡ് വന്നേക്കണ മഹീന്ദ്ര ബൊലേറോ പവർ പ്ലസ് ZLX ആണ്. അപ്പോൾ ZLX ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് നമുക്ക് വാണ്ടി കിട്ടുന്നുണ്ട്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഫുള്ള് വ്യൂയിലേക്കൊന്ന് പോയേക്കാം. ഇതിപ്പോൾ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിച്ചുള്ളൂ. വളരെ സൈലൻ്റാണ് ഇതിൻ്റെ എഞ്ചിൻ വന്നേക്കണം. വളരെ സൈലൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പെട്രോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് മാത്രം നമുക്ക് കിട്ടണം. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നമ്മൾ കണ്ടേക്കണം. ഇത് സൈഡൊക്കെ നോക്കണ്ട, സൈഡൊക്കെ നല്ല പക്ക ക്വാളിറ്റിയിലിരിക്കുന്ന ആ ഒരു വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല എംഹോക്ക് എഞ്ചിനാണ്, ഇതിനെടുത്ത് പറയേണ്ട ആവശ്യമില്ല. മഹീന്ദ്രയുടെ ഡീസലെല്ലാം എംഹോക്കിലും പെട്രോളെല്ലാം സ്റ്റാലിയനിലായിരിക്കും വന്നേക്കണം. ഈ വാഹനം പക്ക കണ്ടീഷനിലിരിക്കുന്ന വാഹനം, സിംഗിൾ ഓണർ വാഹനമാണ്. KL 68 ആണ് രജിസ്ട്രേഷൻ വന്നേക്കണം. ഇൻഷുറൻസ് വാലിഡാണ്. ലൈഫ് ടാക്സും കാര്യങ്ങളൊക്കെ വന്നേക്കണം. അങ്ങനെ കലക്കം വാഹനം 1500 ഇതിൻ്റെ CCയും കാര്യങ്ങളൊക്കെ വന്നേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വീലാസിലേക്കൊന്ന് ആദ്യം പോവാം. ഇതിലും പാച്ചൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന വീലാസും കൂടെ കാണാം. ടയർ കണ്ടീഷൻ നോക്കാം. ടയർ കണ്ടീഷനൊക്കെ പക്ക ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. വീൽ കപ്പാണ്, വീൽ കപ്പ് നിങ്ങൾക്ക് കൂടെ കാണാം. അതേപോലെ നമുക്ക് ബോണറ്റ് നോക്കാം. ബോണറ്റ് നീറ്റായിട്ട് ഇരിക്കുന്ന ബോണറ്റും കൂടെ കാണാം കേട്ടോ. അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഹെഡ് ലാമ്പ്സൊക്കെ നോക്കാം. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സൊക്കെ ക്വാളിറ്റി ബമ്പേഴ്സാണ്, സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഹെഡ് ലാമ്പ്സ് നോക്കാം. ഹെഡ് ലാമ്പ്സും നല്ല വൃത്തിയിൽ തന്നെ ഭംഗി തന്നെ ഇരിക്കുന്ന ഹെഡ് ലാമ്പ്സും കൂടെ കാണാം. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡ് പ്രൊഫൈൽ നോക്കാം. ഇവിടെയും വീലാസും കാര്യങ്ങളും നോക്കാം. സ്ക്രാച്ചോ കാര്യങ്ങളും നമുക്ക് കിട്ടത്തില്ല. ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ്, വീൽ കപ്പും കാര്യങ്ങളും നോക്കാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. ഇവിടെ നമുക്കിവിടെ എംഹോക്ക് എഞ്ചിൻ്റെ ഒരു ബാഡ്ജും നമുക്ക് കിട്ടുന്നുണ്ട്. 2 ഡോറ് നോക്കാം. 2 ഡോറും നീറ്റായിട്ടുണ്ടെങ്കിൽ ഡോർസ്, നല്ല ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളും നോക്കാം. ഫുഡ് സ്റ്റെപ്പൊക്കെ നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന ഫുഡ് സ്റ്റെപ്പ്. ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ബൊലേറോ പവർ പ്ലസിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ഇവിടെ ടയർ നോക്കാം. ടയർ നല്ല കണ്ടീഷനിലിരിക്കുന്നു. അതേപോലെ വീൽ കപ്പും കാര്യങ്ങളും കാണാം. ബാക്ക് സൈഡിലേക്ക് വരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ റിയർ വൈപ്പറും കാര്യങ്ങളുണ്ട്. ZLX ആയതുകൊണ്ട് നമുക്ക് സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. ഇവിടെ വീൽ കവറിൽ നമുക്ക് ഒരു ബൊലേറോൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളും കാണാം. സൈഡിലേക്ക് വരാം. ഇവിടെയും മഹീന്ദ്രയുടെ ബാഡ്ജിങ്, താഴെ നമുക്ക് ബൊലേറോൻ്റെ ഒരു സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെയും ബമ്പേഴ്സൊക്കെ നീറ്റായിട്ട് നിൽക്കുന്നു. ഓക്കെ, ലാമ്പ്സൊക്കെ ഓക്കെയാണ്. സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും സൈഡ് പ്രൊഫൈൽ ഓക്കെയാണ്. നീറ്റായിട്ട് സൈഡ് പ്രൊഫൈലിൽ 2 ഡോറ് നോക്കാം. 2 ഡോറും വൃത്തിയിൽ തന്നെ നീറ്റായിട്ട് 2 ഡോർസ് നമുക്കിവിടെ കാണാം. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെട്ടേക്കാം. ഡോർ പാഡ്സൊക്കെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. ആ ഒരു പ്ലാസ്റ്റിക് ഇപ്പോഴും പോയിട്ടുള്ള പുതുമ നിലനിർത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു വാഹനമാണിത്. അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സൊക്കെ പക്ക കണ്ടീഷനിലിരിക്കുന്ന സീറ്റാണ്. നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ്. ഒന്ന് വിശദമായിട്ട് നമുക്ക് ഈ വാഹനം ഒന്ന് പരിചയപ്പെട്ടേക്കാം. ഇന്ത്യയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ ഡാഷ്ബോർഡും കാര്യങ്ങളും നോക്കാം കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡാഷും, അതേപോലെ തന്നെ മിഡിലിൽ നമുക്ക് ബൊലേറോൻ്റെ ആ ഒരു എന്താ പറയുക, ഈ മീറ്റർ കൺസോൾ നല്ല രസമാണ് കാണാനായിട്ട്. ജസ്റ്റ് ഒന്ന് ഓണായി കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റേഞ്ചും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഗിയർക്ക് നല്ല പക്ക കണ്ടീഷനിലായിരിക്കും. നമുക്ക് കൈയൊക്കെ എത്തുന്ന രീതിയിലുള്ള സുഖമായിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. ഇവിടെ ഫ്ലോറൊക്കെ നീറ്റാണ്. ഫ്ലോറൊക്കെ ഭംഗിയായിട്ട് മാറ്റൊക്കെ ഇട്ട് ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. അതേപോലെ ഇവിടെ ഡോർ പാഡ്സ് നോക്കാം. സീറ്റ്സ് കമ്പനി സീറ്റ്സ് തന്നെയാണ്. ആവശ്യത്തിന് നമുക്ക് ആ ഒരു എന്താ പറയുക, സീറ്റ് കവേഴ്സൊക്കെ ആഡ് ചെയ്യാം. കാരണം എനിക്കിത് ഈ ഒരു കളർ കോമ്പിനേഷനില്ല, സൂപ്പറായിട്ട് തോന്നുന്നില്ല. പക്ഷേ കമ്പനി വരുന്നതാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ റൂഫൊക്കെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന റൂഫ് കണ്ടോ. ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ കിലോമീറ്റർ കാണിച്ചിട്ടുള്ളൂ. 48,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതുകൂടി എടുത്ത് പറയണം. 4 പവർ വിൻഡോസിൻ്റെ ആ ഒരു കൺട്രോൾ ബട്ടണൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് എക്സിറ്റ് അടിക്കാം. അതിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ 3 പേർക്ക് സുഖമായിട്ട് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ZLX ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ലെഗ് റൂം കുഴപ്പമൊന്നുമില്ല. സീറ്റ് ബാക്കിലേക്കായി കിടക്കണം.
ഫ്രണ്ടിലൊക്കെ ആക്കുകയാണെങ്കിൽ ലാവിഷായിട്ടുള്ള ഒരു സീറ്റും അല്ലെങ്കിൽ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കേട്ടോ, ഒന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്ന ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ലിവർ നപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മഹീന്ദ്ര ബൊലേറോൻ്റെ ഒരു എൻജിൻ ഭാഗം. അതിവിശാലമായിട്ടുള്ള എൻജിൻ റൂമാണ്. കേട്ടോ, അതിവിശാലമായിട്ടുള്ള എൻജിൻ റൂം. അതേപോലെ തന്നെ എൻജിനൊക്കെ നോക്കാം, എന്തെങ്കിലും രീതിയിലുള്ള ലീക്കേജോ കാര്യങ്ങളൊക്കെ നോക്കാം. അല്ല, നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ട് നിൽക്കുന്ന എൻജിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഡ്ജസ് നോക്കാം, പേസ്റ്റിങ് കാര്യങ്ങൾ നോക്കാം, എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നോട്ട് ചെയ്യാവുന്നതാണ്. ആണോ, അതുപോലെ ഇവിടെ നോക്കാം, ലിഡ് നോക്കാം, ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളോ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ എൻജിൻ റൂം. നമുക്ക് ഇനി ബൂട്ടും ചെക്ക് ചെയ്തേക്കാം. ബൂട്ടിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളോ നോക്കാവുന്നതാണ്. ജസ്റ്റ് ലിവറൊന്ന് അപ്പ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മഹീന്ദ്ര ബൊലേറോൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയാനായിട്ട് നമുക്ക് ഇവിടെ 2 ഫേസ് ടു ഫേസ് വരുന്ന സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ആവശ്യം നമുക്ക് ഇത് മടക്കി വെച്ചൊക്കെ യാത്ര ചെയ്യാം. കേട്ടോ, നല്ല മടക്കി വയ്ക്കണമെങ്കിൽ കുറച്ചുകൂടി റൂമും കാര്യങ്ങളും നമുക്ക് കിട്ടും. അതേപോലെ ഇതിൻ്റെ അഡ്ജസ്റ്റ് നോക്കാം, എന്തെങ്കിലും പാച്ചോ കാര്യങ്ങളോ അത് നോക്കാവുന്നതാണ്. ഓക്കെ, കണ്ടോ, നീറ്റായിട്ട് നീക്കുന്ന ആ ഒരു അഡ്ജസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സും. ടയറിൻ്റെ ഗ്രിപ്പ് കൂടി കാണിച്ചു തന്നേക്കാം. ഇതാണ് സ്പെയർ വീലിൻ്റെ ഗ്രിപ്പ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നിങ്ങളെല്ലാവരും അപ്പോൾ ഈ ഒരു ബൊലേറോ കണ്ടു കഴിഞ്ഞാൽ, ബൊലേറോ പവർ പ്ലസ് ആണ്, ZLX ആണ് വന്നേക്കണത്. വെറും 48,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന സിംഗിൾ ഓണർ വാഹനമാണ്, കലക്കം വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോന് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറിനകത്തേക്ക് വിളിക്കാം, ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. അതൊക്കെ വിളിച്ച് സംസാരിച്ചാൽ മതി. നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടാണ് നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 7012665202 എന്ന നമ്പറിനകത്തേക്ക് വിളിക്കാൻ മറക്കരുത്. ചെറിയൊരു സമ്മാനം നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഈ വാഹനത്തിൻ്റെ റേറ്റ് 8.25 lakhs, 8,25,000 ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പറിനകത്തേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ലൈനപ്പ് ഉണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.